dear friends, welcome back to Cypro. നമുക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസറിൻ്റെ ടൈം ടേബിൾ നോക്കാം. നിങ്ങൾക്ക് ഏകദേശം എത്ര സമയം വേണം പഠിച്ചു തീർക്കാനായിട്ട്? ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചു തീർക്കാം. ഓക്കെ, 4th മന്ത് നിങ്ങൾ റിവിഷൻ, കംപ്ലീറ്റ് റിവിഷൻ. നമുക്ക് ഫുഡ് സേഫ്റ്റിക്ക് കുറേ പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ അല്ലേ, കുറേ കാര്യങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ അത് ലാസ്റ്റ് മന്ത് നിങ്ങൾ റിവിഷന് വേണ്ടി വെക്കുവാണെങ്കിൽ നമുക്ക് മാർക്ക് കുറച്ച് കൂടുതൽ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇങ്ങനെ പഠിക്കും, ഒന്നും റിവൈസ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ മാക്സിമം റിവിഷൻ ചെയ്തോളണം. അപ്പോൾ ടൈം ടേബിൾ പറയാം. ഒരു ദിവസം എത്ര മണിക്കൂർ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും? ഒരു 3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പഠിക്കാനായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ഒരു ടൈം ടേബിളാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഒരു 3 to 4 അവർ. അപ്പോൾ നിങ്ങൾക്ക് സമയം കുറവുള്ളവർക്ക് നിങ്ങൾക്ക് അതനുസരിച്ച് ടൈം സെറ്റ് ചെയ്യാം, അതനുസരിച്ച് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, അതനുസരിച്ച് നിങ്ങൾ അറേഞ്ച് ചെയ്യുക. സമയം കൂടുതലുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. നമ്മുടെ സൈപ്രോ FSO പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നിങ്ങൾക്കറിയാലോ. അപ്പോൾ നമ്മുടെ റീസെൻ്റായിട്ട് നടന്നിട്ടുള്ള അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റ്, അതുപോലെ തന്നെ JSA, അപ്പോൾ ഇതിലൊക്കെ ഇഷ്ടം പോലെ സൈപ്രോ സ്റ്റുഡൻസ് ജോലിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഇഷ്ടം പോലെ സ്റ്റുഡൻസ് ജോലിക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ യൂട്യൂബിലൂടെ. പിന്നെ ചില ഷോർട്സ് വീഡിയോസൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, കാരണം അതിൽ നമ്മൾ സെലിൻ ഡിയോണിൻ്റെ പാട്ടായിരുന്നു വെച്ചത്. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നതുകൊണ്ട് ഷോർട്സ് വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി അപ്പോയിൻമെൻറ്റ് കിട്ടിയേക്കണ ലെങ്തി വീഡിയോസൊക്കെ ഉണ്ട്, അത് അതിൻ്റെ പാട്ടൊക്കെ മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഷോർട്സിൽ നമുക്ക് പാട്ട് മാറ്റാൻ പറ്റാത്ത ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അത് ഡിലീറ്റ് ചെയ്തു കേട്ടോ, ഷോർട്സ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ കിടപ്പുണ്ട്, ഇനി നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ റാങ്ക് നേടുന്നതല്ല കാര്യം അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് റാങ്ക് എന്ന് പറയുന്ന ഒരാൾക്കേ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ അസിസ്റ്റൻറ്റ് സയൻറ്റിസ്റ്റിൻ്റെ എക്സാമിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയേക്കുന്ന കുട്ടിക്കും സെക്കൻഡ് റാങ്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ ലത്തീഫ CT, നമ്മുടെ സൈപ്രോ സ്റ്റുഡൻ്റാണ്. 2 പേർക്കും 1 മാർക്കാണ്. പക്ഷേ ഒരാൾക്ക് 2ാം റാങ്ക്, ഒരാൾക്ക് 1ാം റാങ്ക്, അങ്ങനെയല്ലേ പറ്റുള്ളൂ. അപ്പോൾ റാങ്കിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാലറി സ്കെയിലും വ്യത്യാസമില്ല അല്ലേ. അപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്കും കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ കുറച്ചും കൂടി താഴെ വന്നേക്കുന്ന റാങ്കിലുള്ള ആളുകൾക്കും ജോലി കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ജോലിയാണ് വേണ്ടത്, അല്ലെങ്കിൽ റാങ്ക്. നമ്മൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ അല്ല പഠിക്കുന്നത് അല്ലേ. റാങ്ക് കിട്ടിക്കഴിഞ്ഞ് പിന്നെ നമുക്ക് അടുത്തടുത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതായത് കുറച്ച് ഇൻക്രിമെൻറ്റ് അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ സാലറി തന്നെയാണ് നിങ്ങൾ കയറുമ്പോഴത്തേക്കും കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക, നിങ്ങൾ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. എത്രത്തോളം സൈപ്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ബാക്കി നിങ്ങൾക്കറിയാം ജനറൽ PSCO അങ്ങനത്തെ വേറെ സബ്ജക്റ്റിൻ്റെ കോഴ്സസ് ഒന്നുമില്ല. ലൈഫ് സയൻസ് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആണ് സൈപ്രോ നൽകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം എത്രത്തോളം ഫോക്കസ്ഡ് ആയിരിക്കും നമ്മുടെ ക്ലാസ്സസ് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ അത്രത്തോളം ഓരോ നമ്മുടെ എക്സാമിനേഷൻ വരുന്നത്, ഇപ്പോൾ FSO ആണെങ്കിലും സയൻറ്റിഫിക് ഓഫീസർ ആണെങ്കിലും, ഇപ്പോൾ നടക്കുന്ന മൈക്രോബയോളജിസ്റ്റിൻ്റെത് അടുത്ത ദിവസം തന്നെ വരാൻ പോകും അതിൻ്റെ എക്സാമിനേഷൻ അല്ലേ. അപ്പോൾ അത്രത്തോളം ഡീപ്പായിട്ടുള്ള ക്ലാസ്സസ്സാണ് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ എക്സാമിനേഷന് പഠിക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഡീപ്പായിട്ട് പഠിച്ചു പോകണം, എന്നാലേ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ റാങ്ക് നോക്കണ്ട. ചിലവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, ഒരാൾക്കല്ലേ 1ാം റാങ്ക് കിട്ടുള്ളൂ, അല്ലെങ്കിൽ 2ാം റാങ്ക് കിട്ടുള്ളൂ അല്ലേ, 3ാം റാങ്ക്, അതൊക്കെ ഓരോരുത്തർക്കല്ലേ ഉള്ളൂ. പക്ഷേ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കണമെങ്കിൽ, നന്നായിട്ട് പഠിക്കണം, നല്ല മാർക്ക് കിട്ടണം, ജോലി കിട്ടണമെങ്കിൽ സൈപ്രോടൊപ്പം ജോയിൻ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നന്നായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ കാറ്റഗറി വൈസുള്ള ലിസ്റ്റ് ഒക്കെ ഉണ്ട് അല്ലേ, റൊട്ടേഷൻ അനുസരിച്ച്, അങ്ങനെയും ഇഷ്ടംപോലെ ആളുകൾക്ക് ജോലി കിട്ടും. ഓക്കെ, അപ്പോൾ റാങ്കിലല്ല കാര്യം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക, ടോപ്പ് കുറച്ച് അല്ലേ. ഇപ്പോൾ ഓരോ വേക്കൻസി അനുസരിച്ചാണ് നമുക്ക് വരുന്നത്. ചിലപ്പോൾ ഒരു 1 to 35 ആദ്യം തന്നെ, പിന്നെ കാറ്റഗറി വൈസുള്ള ആളുകളും അതിൽ വരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അഡ്വൈസ് പോകുന്നതൊക്കെ പല രീതിയിലുണ്ട് അതിൽ. അപ്പോൾ അതുകൊണ്ട് റാങ്ക് എന്നോർത്ത് നിങ്ങൾ പേടിക്കേണ്ട. നന്നായിട്ട് പഠിക്കണമെങ്കിൽ സൈപ്രോടൊപ്പം ജോയിൻ ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ടൈം ടേബിൾ നോക്കാം. അപ്പോൾ ഡേ 1 എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്? രാവിലെ 5 മണിക്ക് രാവിലെ എണീറ്റ് പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിക്കുക. അപ്പോൾ എത്രയാണ്? അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് നമുക്കിപ്പോൾ ഡേ 1 ടൈം ടേബിൾ നോക്കാം. നിങ്ങൾക്ക് രാവിലെ എണീറ്റ് പഠിക്കുന്നവരാണെങ്കിൽ അതാണ് നല്ലത്. ഒരു 5 മണി തൊട്ട് 5:30 വരെ.
എപ്പോഴും ഒരു 25-30 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് പഠിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് മിൽക്ക് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് പഠിക്കാം, പ്ലാറ്റ്ഫോം ടെസ്റ്റുകൾ. ഓക്കെ, അത് പഠിക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് 1 കണ്ടാൽ മതി. ഡയറി സയൻസ് ഫോൾഡറിലെ ക്ലാസ് 1 കാണുക. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ നോട്ട്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് റിവൈസ് ചെയ്യുക. ഇപ്പോൾ ക്ലാസ്സിലില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ബുക്സ്, റെഫറൻസ് ബുക്സൊക്കെ നോക്കി പഠിക്കുക. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്കൊരു 6 to 6:40 വരെ നമുക്ക് പേപ്പർ തിൻ ലെയർ ആൻഡ് കോളം ക്രോമാറ്റോഗ്രഫി പഠിക്കാം. അത് ഏതിലാണ് വരുന്നത്? ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ വീക്കും ഒരു 3 മോഡ്യൂൾ എടുക്കുക. ഒരു മോഡ്യൂൾ തന്നെ പഠിച്ചു തീർത്തിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതായത് നിങ്ങൾക്ക് ബോറടിക്കും. പിന്നെ നിങ്ങൾ എപ്പോഴും വിചാരിക്കുക അതങ്ങ് പഠിച്ചു പഠിച്ച് തീർത്തിട്ട് അടുത്ത് എടുക്കുക. നമുക്ക് പഠിച്ച് തീർത്തിട്ട് കാര്യമില്ല. നമുക്ക് മാക്സിമം റിവൈസ് ചെയ്യണം, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കണം. അപ്പോൾ അടുത്ത ഫോൾഡറിലുള്ള പേപ്പർ ആൻഡ് തിൻ ലെയർ ആൻഡ് കോളം ക്രോമാറ്റോഗ്രഫി പഠിക്കുക. അതിൻ്റെ നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്യുക, റിവൈസ് ചെയ്യുക. ഓക്കെ, പിന്നീടുള്ള ടൈമിൽ നിങ്ങൾക്ക് ടൈം പല രീതിയിൽ വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം ഇടാം. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത എന്താണ്? മിൽക്ക് ക്വാളിറ്റി കൺട്രോൾ ടെസ്റ്റ് തന്നെ. നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളാണെങ്കിൽ 2 ക്ലാസ്സസ് ആയിട്ടാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. ആ ഫോൾഡർ അനുസരിച്ച് പഠിക്കുക. അല്ലാത്തവർ നിങ്ങൾക്ക് മെറ്റീരിയൽ ഉണ്ടാവും, നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞ് ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നെ നമ്മൾ ഫുഡ് ടെക്നോളജി ആണ് അടുത്തത് വെച്ചേക്കുന്നത്. അതിൽ ക്യാനിങ് പഠിക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ക്യാനിങ് പഠിക്കുക. അതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക. പിന്നീട് വൈകുന്നേരം എന്ത് ചെയ്യണം? ഇത് 3ഉം റിവൈസ് ചെയ്യുക. ക്രോമാറ്റോഗ്രഫിയും ക്യാനിങ്ങും ഡയറിയൊക്കെ റിവൈസ് ചെയ്യുക. പിന്നെ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസൊക്കെ ഒന്ന് എഴുതുക. പിന്നെ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. പിന്നെ അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കുക. ഇതാണ് ഡേ 1 ടൈം ടേബിൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് ഡേ 2 ടൈം ടേബിൾ പറഞ്ഞുതരാം. ഓക്കെ.